ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന പുസ്തകത്തിൻ്റെ 55-ാമത്തെ ക്ലാസ്സിലേക്കാണ് 2025 മാർച്ച് മാസം 10-ാം തീയതി നാം കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചത് 54-ാമത്തെ ക്ലാസ്സിൽ ചിന്തിച്ചത് 14-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വായിച്ചുള്ള ചിന്തയിലായിരുന്നു. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. കർത്താവിടെ നൽകുമെന്ന് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, അതുപോലെ പരിശുദ്ധാത്മാവിനെ എന്തിനു വേണ്ടി നൽകും എന്നുള്ള ഉദ്ദേശത്തെക്കുറിച്ചുമാണ് ഈ അധ്യായങ്ങളിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ആ ഒരു രീതിയിൽ ഈ വിഷയം പഠിക്കാമെങ്കിൽ നമുക്ക് ഈ കർത്താവിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ കർത്താവ് എന്താണ് സംസാരിച്ചെന്നുള്ളത് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ കർത്താവ് നൽകുമെന്ന് തൻ്റെ ശിഷ്യഗണത്തോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് എന്തൊക്കെയാണെന്നുള്ളത് വാഗ്ദത്തങ്ങളാണ്. ദൈവമായ കർത്താവ് പറഞ്ഞു, ഞാൻ ഇന്നത് നൽകും എന്നുള്ള, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തം. കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പായ തന്റെ ശിഷ്യന്മാരെ അവരെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തുകയാണ്. അവർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 7 പ്രധാനപ്പെട്ട വാഗ്ദത്തങ്ങൾ കർത്താവ് നൽകിയതായിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ 14-ാം അധ്യായം 13-ാം വാക്യത്തില് കർത്താവ് പറഞ്ഞത് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുമെന്ന്. 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞു, മഹത്വം ഞാൻ ചെയ്തു തരും. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി നൽകാതിരിക്കത്തില്ല, അത് ചെയ്തു തരും. അപ്പോൾ ഒന്നാമത്തെ കാര്യമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാനും നിങ്ങളുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അത് ലോകത്തിലുള്ളവരായിട്ട് ബന്ധപ്പെട്ട പോലെയല്ല. യേശു ലോകത്തിൽ വന്നപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരുമായിട്ട് അവൻ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഈ 11 പേരെ വേർതിരിച്ച് അവരുമായിട്ടൊരു പ്രത്യേക ബന്ധം കർത്താവിന് ഇവരോടുണ്ടായിരുന്നു. അവര് അപ്പസ്തോലിക പദവിയിലേക്ക്, യേശുവിനോട് കൂടി ഇരിക്കേണ്ടതിനുള്ള ആ പദവിയിലേക്ക് എത്തിച്ചേരുന്ന പ്രിയപ്പെട്ടവരോടാണ് കർത്താവോട് സംസാരിക്കുന്നത്. അപ്പൊ കർത്താവിനോട് പറയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഞാൻ തരും. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നോട് അപേക്ഷിക്കുന്ന, കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ആരോട് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഞാൻ തരും, ഞാനത് ചെയ്തു തരും. നമ്മൾ ചോദിക്കുന്ന പ്രാർത്ഥന അത് ചില കാര്യങ്ങൾ നിവൃത്തീകരിക്കപ്പെടുവാൻ വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. ദൈവോപകാരം പ്രാർത്ഥന, അത് ഭൗമികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങളുമുണ്ട്. അത് ശാരീരികവും മാനസികവും ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ട വിടുതലിന് വേണ്ടി നമ്മൾ ചോദിക്കാറുണ്ട്. ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇതൊക്കെ ഭൗമിക ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള ചോദ്യങ്ങളാണ്. ജീവനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചോദ്യങ്ങളുണ്ട്. ഇവിടെ രോഗം മാറണം, അനർത്ഥങ്ങൾ പറയരുത്, അങ്ങനെയുള്ള വിഷയങ്ങളുള്ള ബന്ധത്തിലുണ്ട്. ആത്മാവ് സംബന്ധമായിട്ടുള്ള നിത്യതയോടുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവ് പറഞ്ഞത്, ഏത് കാര്യം നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിച്ചാൽ, നിങ്ങളുടെ ആത്മീയമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, ഏത് വിഷയമാണെങ്കിലും ആ ചോദിക്കുന്നതിന് ഞാൻ മറുപടി നൽകാം, അത് ചെയ്തു തരുമെന്നാണ് 14-ാം അധ്യായം 13-ാം വാക്യത്തിൽ കർത്താവ് നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. കർത്താവ് നോട് ചേർന്ന് അവനെ സ്നേഹിക്കുന്നവരോട് കർത്താവ് പറഞ്ഞു, ഞാനത് നിങ്ങൾക്ക് ചെയ്തു തരും. രണ്ടാമത് കർത്താവ് പറഞ്ഞത് 14-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം, 14-ാം അധ്യായം, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. ഒന്ന്, കർത്താവ് പറഞ്ഞു ഞാൻ ചെയ്തു തരും. 2, കർത്താവ് പറഞ്ഞു നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നമുക്ക് നൽകും. അപ്പം ദൈവസഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരും. അത്
എന്നേക്കും ഇരിക്കേണ്ടതിനുള്ള പരിശുദ്ധം തരും എന്നുള്ള വാഗ്ദത്തം പ്രോമിസ് കർത്താവ് പറയുക. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും, അല്ലെങ്കിൽ കർത്താവ് ചെയ്തു തരും. രണ്ട്, പരിശുദ്ധാത്മാവിനെ നൽകും. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. അതിനുവേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം നൽകും എന്നാണ് 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 14-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. യേശുവിന്റെ പ്രോമിസസ്, കർത്താവ് സഭയാകുന്ന ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതോട് പറയുന്ന വാക്തത്വങ്ങളാണ് ഇവിടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേ വാക്തത്വ നിത്യജീവനെ കുറിച്ചും പൊതുവായിട്ട് പറയുമ്പോൾ ഇത് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ദൈവമക്കളോടുള്ള ബന്ധത്തിൽ, ദൈവസഭയുടെ ശ്രേഷ്ഠന്മാരായിരിക്കുന്നവരുടെ ബന്ധത്തിലാണ് കർത്താവ് പറയുന്ന പ്രോമിസസുകളെ കുറിച്ചാണ് നമ്മളോട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. കർത്താവ് പറഞ്ഞു, ഒരു നാളും ഞാൻ നിങ്ങളെ അനാഥ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എപ്പോഴും എൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. എന്ന് രാത്രിയിലും നാം ഒറ്റപ്പെട്ടു പോയോ, ആരുമില്ലേ എന്നൊക്കെ ചിന്തിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ദൈവം കോപം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അതിൻ്റെ 4-ാമത് കർത്താവ് പറഞ്ഞ പ്രോമിസ് അതിൻ്റെ 14-ാം അധ്യായം 19-ാം വാക്യമാണ്. 14-ാം അധ്യായം 19-ാം വാക്യം, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. എങ്ങനെയാ ജീവിക്കുന്നത് എന്ന ചോദ്യം പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. കർത്താവ്, ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ അനാഥരായ തിരുവോ? എനിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ വചനം ജീവിക്കുന്നത് കൊണ്ട്, ദൈവം വായിക്കുന്ന വചനം എന്നേക്കും ജീവിക്കുന്ന നിത്യമായ ആയതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. നമ്മുടെ പ്രോമിസാണ്. കർത്താവ് നമ്മളോട് പറഞ്ഞ വാക്തത്വങ്ങളാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത്. ഞാൻ ഒന്നോടെ ആവർത്തിച്ച് പറയുന്നത്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കേട്ട് അത് ചെയ്തു തരും. രണ്ട്, കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് പറഞ്ഞു. കർത്താവ് നമുക്കത് നൽകി. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രോമിസുകൾ നമ്മൾ പ്രാപിച്ചവരാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് നമ്മൾ പ്രാപിച്ചവരാണ്. വിശ്വാസ സമൂഹത്തിന് ദൈവം എന്ന് പറഞ്ഞത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നതിന് ഒരു വാക്തത്വം ഉള്ളത് ഇനിയും വരാനുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പ്രോമിസ് അല്ല, ഇപ്പോൾ പ്രസന്റ് ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്ന വാക്തത്വം നമ്മൾ അനുഭവിക്കുന്നവരാണ്. കർത്താവ് വന്ന് ശിക്ഷകണത്തോട് പറഞ്ഞെങ്കിൽ നമ്മളത് ഇന്ന് രാത്രി ഞാൻ ഈ വാക്തത്വങ്ങളെ കർത്താവ് വന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, ദൈവമക്കളുടെ ബന്ധത്തിൽ അത് നിറവേറപ്പെട്ടു എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിൽ എത്ര കാര്യങ്ങൾ നിറവേറപ്പെട്ടു എന്നുള്ളത് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കണം. ഒന്ന്, ഞാൻ ദൈവാത്മാവ് ചോദിക്കുക, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കേട്ട് അവൻ നമുക്ക് ചെയ്തു തന്നിട്ടില്ലേ? ഉണ്ട്, നിശ്ചയമായിട്ടും. എത്രയോ സാക്ഷ്യങ്ങൾ നാം പ്രസ്താവിച്ചിട്ടുണ്ട്. കർത്താവ് ചെയ്ത ഇതിനെയാണ് നാം സാക്ഷ്യം പ്രസ്താവിക്കുന്നത്. രണ്ട്, പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി. അതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെയായി തീർന്നത്. നമ്മൾ അനുഭവിക്കുന്നവരാണ്, പ്രാപിച്ചവരെ. കർത്താവ് വാക്തത്വം അന്ന് പറഞ്ഞ കാര്യം ദൈവം തരാമെന്ന് പറഞ്ഞ് നമുക്ക് ലഭിച്ച തലമുറയാണ് നമ്മളായിരിക്കുന്നത്. 2000 വർഷം മുമ്പ് കർത്താവരോട് പറഞ്ഞപ്പോൾ, ഇന്നിത് വായിക്കുമ്പോൾ അന്ന് അവരോടത് പ്രോമിസായിട്ട് പറഞ്ഞു. വിശ്വാസം വരുന്ന ഏവർക്കും അത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നാം അത് മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്കത് പ്രാപിച്ചെടുത്തു എന്നുള്ളവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും പഠനത്തിലൂടെ ഇത് നാം മനസ്സിലാക്കുമ്പോഴാണ് ഇന്ന കാര്യങ്ങളാണല്ലോ നമ്മുടെ ജീവിതത്തിൽ അത് കർത്താവ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിതെല്ലാം അറിയാം. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്നതൊക്കെ നമുക്കറിയാം. പക്ഷേ ഒരു സ്കാനിങ്ങിലൂടെയോ മറ്റുള്ള കാര്യങ്ങളോടൊക്കെ അത് വെളിപ്പെടുത്തി കഴിയുമ്പോൾ മനസ്സിലായത് ഇന്ന കാര്യങ്ങളാണല്ലോ, ഇന്ന അവയവങ്ങളുണ്ടല്ലോ എന്ന് നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷേ എന്ന് പറഞ്ഞതുപോലെ നാം അനുഭവിക്കുന്നുണ്ട് ഇതൊക്കെ. നമ്മുടെ ഹൃദയം, അതുപോലെ നമ്മുടെ ലിവർ, ഇതൊക്കെ ഫങ്ഷൻ ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അത് പ്രവർത്തിക്കുന്നുള്ള സ്കാനിങ് റിപ്പോർട്ട് കൈ കിട്ടുമ്പോൾ മനസ്സിലായതുണ്ട്, അതിങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായത് നമ്മൾ കാണാതെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ നമുക്കത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മുടെ കൺമുമ്പിൽ വെളിപ്പെട്ട് വരുമ്പോൾ നമുക്കറിയാം ഇത് പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാണ്, ഇങ്ങനെ ഉള്ളതാണെന്ന്. അപ്പോൾ ഈ വാക്തത്വങ്ങൾ, പ്രോമിസുകൾ, ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ, ദൈവം നൽകാമെന്ന് പറഞ്ഞ കാര്യം, ചെയ്തു തരാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, അത് ഓരോന്നായിട്ട് അനുഭവിക്കുമ്പോൾ ഇന്ന് രാത്രി വചനം കേട്ടിട്ട് ഏതെല്ലാം കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അത് നിവൃത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും കർത്താവ് തരാമെന്ന് പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കണം.
അപ്പോൾ അന്ന് പറഞ്ഞ വാക്തത്വങ്ങൾ കഥാവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി അന്ന് അവരോട് പറഞ്ഞപ്പോൾ എന്നെ നിങ്ങളെയും കർത്താവ് കണ്ടുകൊണ്ടാണ്, ആരെല്ലാം സഭയുടെ ഭാഗമാറ്റി അവരെ കണ്ടുകൊണ്ടാണ് കർത്താവ് സംസാരിച്ചു വാക്തത്വങ്ങൾ പറഞ്ഞത്. ഇതാ പറഞ്ഞു, ഞാൻ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അത് ചെയ്തു തരും. 2, പരിശുദ്ധാത്മാവിനെ നൽകും. 3, കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. 4, കർത്താവ് പറഞ്ഞു, നിങ്ങൾ ജീവിക്കും. ഈ 4 പറയുന്ന കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണല്ലോ. കാരണം നമുക്ക് സ്തോത്രം ചെയ്യാം. അപ്പൊ പറഞ്ഞത് കർത്താവിന്റെ വാക്തത്വങ്ങൾ, അവൻ പറയുന്ന വാക്തത്വങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ അത് നിറവേർപ്പെടാനുണ്ട്. അതുപോലെ ഇതിന് ശേഷം ഒരുപക്ഷെ നമ്മൾ മരിച്ച് മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ കർത്താവിന് വരവ് സംഭവിക്കുകയോ ചെയ്യുന്ന സമയങ്ങൾ വാക്തത്വം നിറവേർപ്പെടാനുള്ള വാക്തത്വങ്ങളുമുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രസന്റ് ജീവിതത്തിൽ നമുക്ക് പറയാൻ സാധിക്കും, കർത്താവെ അങ്ങ് ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങളും ജീവിക്കുന്നു. അതെ, നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത് വചനമാകുന്ന കർത്താവിന്റെ കൃപ കൊണ്ടാണ് ജീവിക്കുന്നത്. യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അവൻ എന്നേക്കും ജീവിക്കുന്നതിനായതുകൊണ്ട് അതാ പറഞ്ഞു, ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. നമ്മളെങ്ങനെ ജീവിക്കുന്നത്? മറ്റുള്ളവരെ പോലെയല്ല. മറ്റുള്ളവര് അവർക്കത് അറിയാൻ കഴിയാതെ, അവരും ദൈവത്തിന്റെ കൃപയാലാണ് ജീവിക്കുന്നത്, പക്ഷെ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. കർത്താവ് പറഞ്ഞു, എന്നാൽ എന്നെ അറിയുന്നവർ, എന്നെ സ്നേഹിക്കുന്നവർക്ക് തിരിച്ചറിയാൻ കഴിയും, നിങ്ങൾ ജീവിക്കുന്നത് ഞാൻ ജീവിക്കുന്നതുകൊണ്ടാണ്. ഇതിനകത്ത് നമുക്ക് പറയാൻ സാധിക്കും, കർത്താവെ അങ്ങ് എന്നേക്കും ജീവിക്കുന്നവനായതുകൊണ്ട് ഞങ്ങളും എന്നേക്കും ജീവിക്കാനുള്ളവരാണ്. കർത്താവ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. അതിന്റെ 14-ാമത്തെ 21-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ നമ്മളെ സ്നേഹിച്ച് അവന് നമ്മളെ തന്നെ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, വാക്തത്വം പറയുകയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. അവിടെ 11 പേരോട് പറയുക. ആ 11 പേരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളോട് ബന്ധത്തിലുള്ള കർത്താവ് യേശു ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടി. ആരാണെന്ന് വെളിപ്പെടുവാൻ മനസ്സായി തീർന്നു. അനേകർക്ക് യേശു ക്രിസ്തുവിനെ ചരിത്രപുരുഷനായിട്ടും പ്രവാചകനായിട്ടും അല്ലെങ്കിൽ മറ്റു പല രീതിയിലുള്ള വെളിപ്പാടായി കിട്ടുന്നെങ്കിൽ, നമുക്ക് സാക്ഷാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണെന്നുള്ള വെളിപ്പാട് നമുക്ക് ലഭിച്ചു. നാം അവനോട് സദൃശാത്തീരുവാനുള്ളവരാണെന്നുള്ള വെളിപ്പാട് നമുക്ക് ലഭിച്ചു. അങ്ങനെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് ലഭിച്ചു. കാരണം നമ്മൾ ദൈവത്തിന്റെ വചനത്തെ സ്നേഹിച്ചതുകൊണ്ട്, അവനെ സ്നേഹിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ എന്നെ തന്നെ അവന് വെളിപ്പെടുത്തുമെന്ന് പറയാനിടയാത്തത്. അതിന്റെ 6-ാമതായി കർത്താവ് പറഞ്ഞ വാക്തത്വം 14-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് വാസം ചെയ്യും. പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി കഴിയുമ്പോൾ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അപ്പോൾ നമ്മളെ ദൈവത്തിന്റെ മന്ദിരമാക്കി, പരിശുദ്ധാത്മാവ് മന്ദിരമാക്കി കഴിയുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാനും പിതാവും വന്ന് അവങ്കിൽ വാസം ചെയ്യും. എൻ്റെ പിതാവിനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അപ്പം ദൈവിക തൃത്വം നമ്മളിൽ വസിക്കുന്നു. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാക്കി വചനപ്രകാരം പണിയപ്പെട്ട് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് വസിക്കുന്നത് ആത്മാവാം ശക്തിയുള്ള ദൈവവും വചനമാകുന്ന ദൈവമാണ് നമ്മൾ വസിക്കുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളിൽ വസിക്കുമെന്ന്. അതാണ് 14-ാം അധ്യായം എൻ്റെ 23-ാം വാക്യത്തിൽ വായിക്കുന്നത്. അതിന്റെ 7-ാമത്തെ കാര്യം കർത്താവ് പറഞ്ഞത്, അതിന്റെ 14-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുമെന്നാണ്. ഇന്ന് ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ, ഈ ഭൗമിക ജീവിതത്തിലുള്ള ബന്ധത്തിൽ തന്നിരിക്കുന്ന വാക്തത്വങ്ങൾ, 7 വാക്തത്വങ്ങൾ 14-ാം അധ്യായത്തിൽ കർത്താവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. പക്ഷെ 14-ാം അധ്യായം വായിച്ചാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല. എന്നാൽ എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അല്ലെ ഉദ്ദേശം എന്നുള്ളത് പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം അത് ഓർപ്പിച്ച് നമുക്കത് വെളിപ്പെടുത്തി തരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകത്തില്ല, നമ്മൾ വായിച്ചു പോവുകയുള്ളൂ. എന്നാൽ ഈ 14-ാം അധ്യായത്തിൽ കർത്താവ് ഈ അതിന്റെ 14-ാം അധ്യായം 12 മുതൽ ഉള്ള 13 വാക്യങ്ങൾ വായിച്ച് അതിന്റെ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, കർത്താവ് നമ്മുടെ ഈ ലോക ജീവിതത്തിലുള്ള ബന്ധത്തിലുള്ള 7 വാക്തത്വങ്ങളെ നൽകിയിരിക്കുന്നതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഞങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം ഞാനിത് മുഴുവനും വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണത് ഞാൻ ആ 7 കാര്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങളോട് പറഞ്ഞത്. നമുക്ക് നിരവധി വാക്തത്വങ്ങളുണ്ട്. പക്ഷേ കർത്താവ് വന്ന് അവരോട് വിടവാങ്ങൽ പ്രസംഗത്തിൽ സമയത്ത് ഇത്രയും കാര്യങ്ങളാണ് അവരെ ഓർപ്പിച്ച് ഉണർത്തിയത്. ഇപ്പോൾ 7 കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്, അവനത് ചെയ്തു തരും. അതെ,
ബൈബിൾ ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ആരോടും അത് അൺമ്യൂട്ട് ചെയ്യാൻ, അത് സംസാരിക്കാൻ വാദം നൽകാത്തത്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, അതെ, ഒരു പൊതുവായിട്ടൊരു മീറ്റിംഗ് ആണെങ്കിൽ നമുക്ക് പറയാൻ കഥാവെ എത്രയോ പ്രാർത്ഥനകൾക്ക് നീ മറുപടി തന്നു. ഞങ്ങൾ ഇന്നിവിടെ ഇരിക്കുന്ന തന്നെ പ്രാർത്ഥനയുടെ മറുപടിയാ നീ ഞങ്ങൾക്ക് ചെയ്തു തന്ന സൗഖ്യം കൊണ്ടാണ്. ഞങ്ങളുടെ രോഗം നീ സൗഖ്യമാക്കി, ഞങ്ങളുടെ നിരാശ മാറ്റി, എങ്ങനെ ജീവിക്കുന്ന പ്രതിസന്ധി വന്നു, വിഷയങ്ങൾ വന്നു, കഥാവെ അതെല്ലാം മാറ്റി ഞങ്ങളിന്ന് സ്വസ്ഥതയോടെ ഇവിടെ ഇരിക്കുന്നത് നീ അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ യാചന കേട്ടത് കൊണ്ടാണ്. ഇന്ന് നമുക്കത് പറയാൻ സാധിക്കും. സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പറയാൻ സാധിക്കും, കർത്താവേ അങ്ങ് പറഞ്ഞ വാക്തത്വം ഞങ്ങളുടെ ജീവിതം നിറവേറപ്പെട്ടു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവമാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കത് ചെയ്തു തരുന്ന ദൈവമാണെന്ന് ഞങ്ങളത് അനുഭവിച്ചറിയുന്നവരാ. 2025 നമുക്ക് ഇത് സന്ദേശം കേൾക്കുമ്പോൾ 2000 വർഷം മുമ്പ് കർത്താവ് വിടവാങ്ങൽ പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ ആ 11 പേരോട് പറയുക, അവര് മോഹരായി വിഷമിച്ച് യേശു അവരെ വിട്ടുപോകുമല്ലോ എന്നുള്ള ആ വേദനയോടൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവ് അവർക്ക് വാക്തത്വങ്ങൾ ഓരോന്നായി കൊടുക്കുക. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിച്ചോ, ഞാനത് ചെയ്തു തരാം. ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് പറയുക, എൻ്റെ നാമത്തിൽ ചോദിച്ചാൽ, എന്നെ സ്നേഹിച്ച് എൻ്റെ പിന്നാലെ നടക്കുന്ന ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞു, മറ്റെല്ലാവരും മാറിപ്പോകുമ്പോൾ നിങ്ങൾ എന്നോട് കൂടെ ആദ്യം മുതൽ അവസാനം വരെ നടന്നവരാ, ഗലീല മുതൽ എന്നോട് കൂടെ നടന്നവരാ. പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടിയായിട്ട് അത് ചെയ്തു തരും. അത് യേശുവിനെ സ്നേഹിച്ചിറങ്ങിയ ദൈവജനമേ, ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ നമുക്ക് പറയണം, എൻ്റെ കർത്താവ് അവനെ ഞാൻ സേവിച്ചിറങ്ങിയത് കൊണ്ട് നിശ്ചയമായിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി തരും. അതിൻ്റെ വാക്തത്വമാ അവൻ എനിക്ക് തന്നിരിക്കുന്ന, എൻ്റെ പിതാവാം ദൈവം തന്നിരിക്കുന്ന, എൻ്റെ ദൈവം തന്നിരിക്കുന്ന, എൻ്റെ രക്ഷ തന്നിരിക്കുന്ന, എൻ്റെ ജനകൻ തന്നിരിക്കുന്ന, എന്നെ വീണ്ടെടുത്തവനെ രക്ഷിച്ചവൻ, എന്നെ സൃഷ്ടിച്ചവൻ പറഞ്ഞിരിക്കുന്ന വാക്തത്വമാണ്. ഞാൻ അത് ചെയ്തു തരാം. നമ്മുടെ ആവശ്യങ്ങളെ ചെയ്തു തരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി അവൻ അന്ന് പറഞ്ഞ വാക്തത്വം നമ്മുടെ ജീവിതത്തിന് അനുഭവമാകിയാൽ ഇന്ന് രാത്രി നമുക്കതിനായി സ്തോത്രം ചെയ്യാം. കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകാമെന്ന് പറഞ്ഞു. നിശ്ചയമായിട്ടും 2000 വർഷം മുമ്പ് യേശു പറഞ്ഞ അതേ ആ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഇന്നും ആത്മാവ് നമ്മോട് കൂടെ വസിക്കുന്നു, ഭൂമിയിലുണ്ട്. ആ പരിശുദ്ധാത്മാവ് ഇതുവരെയും തിരികെ കരയേറിപ്പോയിട്ടില്ല. എന്താണ് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്? നമ്മെ ഒരുക്കിയെടുക്കുവാൻ, നമ്മളെ കൊത്തുപണി ചെയ്ത് അവനോട് സദൃശന്മാരാക്കി തീർക്കുവാൻ യേശുവിൻ്റെ പരിശുദ്ധാത്മാവിനെ ഭൂമിയിൽ തന്നിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. തൻ്റെ ആത്മാവിനെ തന്നതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളെ എപ്പോഴും നിങ്ങളോട് കൂടിയിരിക്കുവാനുള്ള ആത്മാവിനെ നൽകും. കർത്താവ് പറഞ്ഞു, അനാഥരായി വിടുകയില്ല. കർത്താവ് പറഞ്ഞു, ദൈവിക തൃത്വം എപ്പോഴും നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾക്ക് പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാമ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും ഒക്കെ നൽകി നമ്മെ എപ്പോഴും നടത്തും എന്നുള്ളതാണ്. കർത്താവ്, ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ജീവിക്കും. നിങ്ങളുടെ ആത്മജീവിതത്തിലെ ചോദ്യങ്ങൾ ഉയരും. എത്ര നാൾ മുമ്പോട്ട് പോകുമെന്നുള്ള വെല്ലുവിളികൾ ഉയരും. അതെ, പൈശാചിക പാരമ്പര്യത്തിൽ ഒന്നിച്ചെഴുന്നേറ്റ് നമ്മളെ മുടിച്ചു കളയും, ഇല്ലാതാക്കി കളയും. വിശ്വാസം മുമ്പോട്ട് കൊണ്ടുപോകത്തില്ല, അല്ലെങ്കിൽ വെച്ച കാല് അധികം നാൾ മുമ്പോട്ട് പോകത്തില്ല, പുറകോട്ട് വലിക്കും എന്നൊക്കെ വാദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. രാത്രിയിൽ ആ സാക്ഷി നമുക്ക് പറയും, കർത്താവേ, എൻ്റെ വാക്തത്വം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ തലമുറയിൽ നിറവേറപ്പെടുന്നുണ്ട്. ഞങ്ങൾ ആത്മീയത്തിൽ ജീവിക്കുന്നത്, വിശ്വാസിയായി ജീവിക്കുന്നത് അങ്ങ് ജീവിക്കുന്നത് കൊണ്ടാണ്. ഇതൊരു പ്രത്യേകതയാ. ലോകത്ത് അനേകർ ജീവിക്കുന്നുണ്ട്, പക്ഷേ അതിന് വ്യത്യസ്തമായി യേശു ജീവിക്കുന്നത് കൊണ്ട്, ക്രിസ്തു ജീവിക്കുന്നതുകൊണ്ട്, ആ വചനത്തിൽ വിശ്വസിച്ച് വചനം കൊണ്ട് ഞങ്ങൾ ജീവിക്കുകയാണ്. അത് നിത്യജീവൻ. യേശു ജീവിക്കുന്നതുകൊണ്ട് നമ്മളും ജീവിക്കുന്നു. 5-ാമത്തെ വാക്തത്വം കഥ പറഞ്ഞു, യേശു പറഞ്ഞു, ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. വചന വെളിപ്പാട് നൽകും. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നൽകും. മറ്റുള്ളവർക്കൊക്കെ വചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അത് ഒന്നും മനസ്സിലാകാതെ പോകുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ പ്രകാശം, വെളിപ്പെടുത്തൽ, ഈ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നമുക്ക് നൽകുമെന്ന് കഥ. പഴയ നിയമത്തിൽ യേശുവിനെ വെളിപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ 6 വിധ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 7-ാമതായിട്ടുള്ളത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഞാൻ പിന്മഴി എന്ന പുസ്തകം എഴുതിയപ്പോൾ ദൈവവേല അതേക്കുറിച്ച് വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരെങ്കിലും പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായി കാണും. പുസ്തകം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനം കാണത്തില്ല. അപ്പോൾ യെശയ്യായുടെ പുസ്തകത്തിൽ ആത്മാവിനെ കുറിച്ച് പിതാവാം ദൈവത്തിൻ്റെ ആത്മാവ്
വ്യാപരിക്കുന്നതിനെ കുറിച്ച് യശയ്യാവിന്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അതിൽ 6 കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയിരുന്നത്. നമുക്കറിയാം, വിളക്ക് കത്തിച്ച് അതിനെ വെച്ചിരിക്കുമ്പോൾ അതിന്മേലുണ്ടായിരുന്ന വിളക്കുകൾ കാണിച്ചിരുന്നത് യഹോവയുടെ ആത്മാവിനെ കുറിച്ചുള്ള വെളിപ്പാടായിരുന്നു അവിടെ കൊടുത്തിരുന്നത്. അതിൽ 6 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. എന്നാൽ 7ാമതായി പറഞ്ഞിരിക്കുന്ന കാര്യം അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാകുന്നു എന്നാണ് വെളിപ്പെടുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായമാണ്. എന്നാൽ യിശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോഭക്തിയുടെയും ആത്മാവ് തന്നെ. അപ്പോൾ ഇവിടെ ക്രിസ്തുവിൽ വ്യാപരിച്ചിരുന്ന ആത്മാവ് സമ്പൂർണ്ണ ആത്മാവായിരുന്നു. അത് അതിന്റെ യഹോവയുടെ ആത്മാവ്, അത് ജ്ഞാനം, വിവേകം, ആലോചന, ബലം, പരിജ്ഞാനം, യഹോഭക്തി, 6 വിധ ആത്മാവിനെയാണ് വെളിപ്പെടുത്തിയത്. എന്നാൽ ആരിലാണ് വെളിപ്പെടുന്നത്? ക്രിസ്തുവിലാണ്. അപ്പോൾ ക്രിസ്തുവിൽ ആണ് സമ്പൂർണമായ വെളിപ്പാടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനെ കുറിച്ച് പറയാറ്. എന്നാൽ എഫെസ്യർക്ക് ലേഖനത്തിൽ വന്നപ്പോൾ പറഞ്ഞു അവന്റെ പരിജ്ഞാനത്തിൽ ക്രിസ്തുയേശുവിനെ കുറിച്ച് വെളിപ്പാട്. അപ്പോൾ ഈ സമ്പൂർണമായിരിക്കുന്ന ആത്മാവിനെ കുറിച്ച് വെളിപ്പാട് നമുക്ക് ലഭിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട്. ഇപ്പൊ യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നത് ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആലോചനയുടെയും ബലത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും യഹോഭക്തിയുടെയും ആത്മാവായിരുന്നെങ്കിൽ നമ്മളിൽ വ്യാപരിക്കുന്ന സമ്പൂർണ്ണ ആത്മാവായിരിക്കുന്ന ക്രിസ്തുയേശുവിന്റെ നിത്യജീവനെ കുറിച്ചുള്ള വെളിപ്പാട് കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ കഥാവ് എന്നെ വെളിപ്പെടുത്തും. പഴയ നിയമത്തിൽ വെളിപ്പെട്ടിട്ടില്ല, പുതിയ നിയമത്തിൽ നമുക്ക് വെളിപ്പെടുത്തി. 11 11-ാം അധ്യായം അത് പ്രവചനമായിരുന്നു. എന്നാൽ 11-ാം അധ്യായത്തിന്റെ പ്രവചന ഭാഗത്തിന്റെ നിവൃത്തീകരണമായി ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ അവനിൽ ആ വിളക്കിലുണ്ടായിരുന്ന ക്രിസ്തുവാകുന്ന വിളക്ക് തണ്ടിലുണ്ടായിരുന്ന 6 വിധ ആത്മാവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തത്. സമ്പൂർണ്ണമായിരിക്കുന്നതാണ്. എന്നാൽ അന്ന് അവർക്ക് വെളിപ്പെട്ട് കിട്ടിയിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്കത് വെളിപ്പെട്ട് കിട്ടി. അതാണ് കഥ പറഞ്ഞത്, ഞാൻ അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്. 6ാമത് പറഞ്ഞിരിക്കുന്നത് ദൈവം കൂടെ വസിക്കും, ദൈവിക തൃത്വം നമ്മളിൽ വസിക്കുന്നു. അതാണ് അതിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അപ്പൊ നമ്മുടെ കൂടെ വാസം ചെയ്യുവാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഞങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ദൈവിക തൃത്വത്തെ വെളിപ്പെടുത്തുക. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന്, ഞാൻ എന്നല്ല പറഞ്ഞത്. അപ്പോൾ ആ ബൈബിളിൽ ദൈവിക തൃത്വമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെയാണ് തെളിവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എൻ്റെ പിതാവും അവനെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് പറഞ്ഞതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാക്കി നമ്മുടെ ഹൃദയത്തെ മാറ്റി കഴിയുമ്പോൾ ആ ശരീരമാകുന്ന പരിശുദ്ധാത്മാവിന്റെ നമ്മുടെ അകത്തെ മനുഷ്യനിൽ പിതാവാം ദൈവവും പുത്രനാം ദൈവവും വസിക്കുന്നു. അതിനെയാണ് ഞങ്ങൾ അവനിൽ വന്ന് വാസം ചെയ്യുന്നത്. നമുക്കത് നമ്മുടെ ജീവിതത്തിന് അനുഭവം. നമുക്കിപ്പോഴും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമാകുന്ന ദൈവിക തൃത്വം, ദൈവിക സമ്പൂർണതയുടെ സാന്നിധ്യം ഒരു ഭക്തന് തിരിച്ചറിയാൻ കഴിയും. അതാണ് നമ്മളെ നിലനിർത്തുന്നത്, നമ്മളെ കരുതുന്നത്, നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. അടുത്തത് കഥ പറഞ്ഞത്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകും. 14-ാമത്തെ 27-ാം വാക്യം കഥ പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകും. എന്നാൽ ഈ സന്ധ്യാസമയത്ത് 7 വാക്തത്വം അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു ഇത് നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പ്രാപിക്കുന്നവരാണ്. സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും ഈ കഥാവ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം പറഞ്ഞിരിക്കുന്ന വാക്തത്വം അനുഭവിച്ചിട്ടില്ല എങ്കിൽ ഇത് പ്രാപിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവ് നീ പറഞ്ഞ പ്രോമിസസ് ആണിത്, എൻ്റെ വാക്തത്വമാണ്, ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യങ്ങളാണ്, കർത്താവിനോട് പറഞ്ഞതാണ് എൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഈ അധ്യായത്തിന്റെ 14-ാം അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം, ഒന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്തത്വം. 2ാമത്തെ കർത്താവ് പറഞ്ഞ പ്രധാന വിഷയം പരിശുദ്ധാത്മാവിനെ നൽകുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്, കർത്താവ് പറയുകയാണ്. അപ്പൊ അന്ന് അതൊക്കെ മനസ്സിലായില്ല. അതവർ എഴുതി വെച്ചു, പക്ഷെ അത് അത്ര കാര്യമായി മനസ്സിലായില്ല. ഈ പുസ്തകം വായിച്ച് ഒരുപാട് പേർക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യമാണ് ഇതൊക്കെ. ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, പക്ഷേ ശരിയായ രീതിയിൽ അതിൻ്റെ കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ട്
എത്ര വായിച്ചാലും ഒന്നും അങ്ങോട്ട് മനസ്സിലാകത്തില്ല. ചില വാക്കുകൾ ചില കാര്യങ്ങളൊക്കെ കിട്ടും. എന്നാൽ അത് സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് ക്രമമായിട്ട് അത് മനസ്സിലാക്കുമ്പോൾ നമുക്കത് എപ്പോഴെങ്കിലും ഓർത്തെടുക്കാൻ സാധിക്കും. കർത്താവിനോട് പറഞ്ഞ വാക്തത്വമാണുള്ളത്. എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് മറുപടി തരുമല്ലോ, തൻ്റെ ആത്മാവിനെ സമാധാനം എനിക്ക് തരുമെന്നുണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, നിന്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യം എന്നോട് കൂടി ഉണ്ടല്ലോ. അതെ, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് എനിക്കിനി വെളിപ്പെടുത്തി തരുമല്ലോ, അവന് ഞാൻ വസിക്കാനുള്ളതാണെന്നുള്ള കാഴ്ചപ്പാട് നൽകുമല്ലോ. അതെ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് അത് ചെയ്തു തരുമല്ലോ, പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ ശക്തി പകർന്ന് അത് പുതുക്കുമല്ലോ എന്ന് നമുക്ക് ദിവസം എന്നെ കർത്താവ് ആര് കൈവിട്ടാലും കൈവിടുകയില്ല എന്നുള്ള ആ ഒരു ഉറപ്പുണ്ടല്ലോ. അനാഥനായി വിടുകയില്ല പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ജീവിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, നമ്മൾ ജീവിക്കാനുള്ളവരാണ്. യേശു ജീവിച്ചതുപോലെ. യേശുവിനെ തീർന്നെന്ന് വിചാരിച്ചതാണ്. കാൽവറിയിൽ അവർ തൂക്കിയിട്ട് അവർ വിചാരിച്ചു ഇതുകൊണ്ട് തീർന്നു. യേശു എന്ന് വിചാരിച്ച കർത്താവ് പറഞ്ഞു, ഞാൻ ജീവിക്കും, അതുകൊണ്ട് നിങ്ങൾ ജീവിക്കും. ദുഷ്ടൻ പലപ്പോഴും ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ആയുസിനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കൊണ്ട് തീർന്നു പോകുന്നു. ചെറുപ്പത്തിൽ മുതലേ ഇല്ലാതാക്കി കളയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. ദൈവത്തിന് ഉദ്ദേശം ഉള്ളത് കൊണ്ടാണ് നാം ജീവിക്കുന്നത്. അത് ഈ ലോകത്തിൽ മരിച്ചാലും ഇവിടെ കൊണ്ട് തീരത്തില്ല. അപ്പുറമായി യേശു ജീവിക്കുന്നതുകൊണ്ട് നമ്മളും ജീവിക്കും. അവനോട് നിത്യജീവൻ വാഴുവാൻ സാധിക്കും. ഇങ്ങനെ 7 വിധ വാഗ്ദത്തങ്ങളെ കർത്താവ് പറഞ്ഞു. ആ 7 വിധ വാഗ്ദത്തങ്ങളും അനുഭവിക്കുന്നവരാണ് ദൈവമക്കൾ. അത് ഞാൻ അനുഭവിക്കുന്നെന്ന് ഇന്ന് രാത്രി ഞാൻ സാക്ഷിപ്പം. നമ്മൾ പറയും, കർത്താവ് ഇതിന്റെ വാഗ്ദത്തങ്ങളൊക്കെ എവിടെയാ? നമ്മൾ പ്രതീക്ഷിക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ പിന്നെയും ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് വരുന്ന കഥാനവാനെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ നമ്മൾ പൊതുവെ ആകാശപതി കരുതും ഭാവികാല വാഗ്ദത്തങ്ങളാണ്. വാഗ്ദത്തങ്ങളെ നമുക്ക് ഇപ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ വർത്തമാനകാല വാഗ്ദത്തങ്ങളും ഭാവികാല വാഗ്ദത്തങ്ങളോട് ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവിനോട് ആദ്യം പറഞ്ഞത് വർത്തമാനകാല വാഗ്ദത്തങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഭൂതകാലത്തിൽ വാഗ്ദത്തങ്ങൾ പറഞ്ഞത് പിതാക്കന്മാരോട്, പഴയ നിമിഷന്മാരോട്, പ്രവാചകന്മാരോട് അത് ഭൂതകാല വാഗ്ദത്തങ്ങളായി പറഞ്ഞിരുന്ന കാര്യങ്ങളെ യേശുക്രിസ്തു വർത്തമാനകാല വാഗ്ദത്തങ്ങളായിട്ട് തന്റെ ശിഷ്യഗണത്തിന് കൊടുക്കുകയാണ്. വർത്തമാനകാല വാഗ്ദത്തങ്ങളായിട്ട്. അപ്പൊ നമുക്ക് പഴയ നിയമം വായിക്കുമ്പോൾ അതെല്ലാം അത് ഭൂതകാല വാഗ്ദത്തങ്ങളായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ യേശു വന്ന് ആ വർത്തമാനകാലത്തിൽ നടക്കാൻ പോകുന്നു. പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന വാഗ്ദത്തങ്ങൾ ഒന്നൊന്നായി നിവർത്തീകരിക്കപ്പെടാൻ പോകുന്നു. അത് ഇനി നിങ്ങൾ പഴയ നിയമത്തിലെ പോലെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നവരല്ല. അവർ ഭൂതകാല വാഗ്ദത്ത കാലങ്ങളുള്ളവരായിരുന്നെങ്കിൽ പുതിയ നിയമസഭ വർത്തമാന വാഗ്ദത്ത കാലത്തിലും ഭാവികാല വർത്തമാനകാലത്ത് ജീവിക്കേണ്ടവരാണ്. അതാണ് ഇവിടെ വ്യത്യസ്തതയായിട്ടുള്ളത്. അപ്പോൾ യേശുക്രിസ്തു വരുമ്പോൾ നമുക്ക് വർത്തമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സമയത്തുണ്ടാകുന്ന വാഗ്ദത്തങ്ങൾ 7 വിധമാണ്, 7 കാര്യങ്ങളാണ്. ബാക്കിയുള്ളത് ഭാവികാല വാഗ്ദത്തങ്ങളാണ്. അപ്പോൾ ഭാവികാല വാഗ്ദത്തങ്ങളെ കുറിച്ചുള്ളതാണ് പൊതുവാന ഭൂമി, അതുപോലെ കർത്താവിനോട് വരവെങ്കിൽ ഉള്ള കാര്യങ്ങൾ ഭാവികാലത്തുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വാഗ്ദത്തങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് പ്രാപിച്ച വാഗ്ദത്തങ്ങൾ ഏതൊക്കെയാണ്? ഭൂതകാല വാഗ്ദത്തങ്ങളായി പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരുന്ന വാഗ്ദത്തങ്ങൾ അത് നമ്മുടെ ജീവിതത്തിന്റെ വർത്തമാനകാല വാഗ്ദത്തങ്ങൾ നിവൃത്തിയോട് കണ്ട ബന്ധത്തിൽ കർത്താവ് പറഞ്ഞു. ഇപ്പൊ കർത്താവ് എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടുണ്ട്, എത്ര കാര്യമായിട്ടാണ് തന്റെ ശിഷ്യഗണത്തെ പഠിപ്പിച്ചത്, പറഞ്ഞു കൊടുത്തത്. പക്ഷെ നമുക്കത് അത്രയും ഉൾക്കൊള്ളാനായിട്ട് കഴിയത്തില്ല, നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്നാൽ അതിന്റെ പൊരുൾ തിരിച്ചു കിട്ടുമ്പോഴാണ് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവരല്ലേ. പലപ്പോഴും എനിക്കൊന്നും കിട്ടിയില്ലേ, എനിക്കൊന്നും അറിയത്തില്ലേ എന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും. പക്ഷേ ഇന്ന് രാത്രിയിലെ ഈ തിരഞ്ഞെടുപ്പ് പഠന മുഖാന്തരമായിട്ട് ഒരു സന്തോഷം ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉണ്ട്. അതെ, ഈ പറയുന്ന 7 വാഗ്ദത്തങ്ങളും എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ്, എൻ്റെ തലമുറയുടെ ഭാഗമാണ്. അതെ, കഴിഞ്ഞ നാളുകളിൽ ലോകത്തുനിന്ന് വേർപെട്ടു പോയ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങളായിരുന്നു. അവരത് അനുഭവിച്ചവരായിരുന്നു. അവരെല്ലാവരും കാത്തിരിക്കുന്നത് ഭാവികാല വാഗ്ദത്തങ്ങൾക്ക് വേണ്ടിയാ. വർത്തമാനകാലത്തിലെ വാഗ്ദത്തം പ്രാപിച്ചെടുക്കുന്നവർക്ക് ഭാവികാല വാഗ്ദത്തങ്ങളും ലഭിക്കും എന്നുള്ള ഉറപ്പ് കൂടി എന്ന രാത്രിയിൽ ദൈവാത്മാവ് നമുക്ക് ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ ഈ വിഷയം 14-ാം അധ്യായത്തിന്റെ ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇനി കർത്താവ് പറഞ്ഞ പരിശുദ്ധാത്മാവൻ നൽകുന്നതിനെ കുറിച്ചുള്ള 7 വിധ ഉദ്ദേശത്തെക്കുറിച്ച് കൂടി പറഞ്ഞാൽ ഈ 14 അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് 14, 15, 16 ഒക്കെയുള്ള അധ്യായങ്ങളിൽ അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ
മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അത് ഞാൻ വേഗത്തിൽ പറയാം. അപ്പം അതുകൊണ്ട് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ കർത്താവ് വിടവാങ്ങൽ പ്രസംഗത്തിന്റെ ഉദ്ദേശത്തെ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി ലഭിക്കുവാൻ ഇടയാത്തരും. അപ്പോൾ ഇത് മറന്നു പോകത്തില്ലാന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വാഗ്ദത്തം ലഭിച്ചവരാണ്. വർത്തമാനകാലത്തിൽ വാഗ്ദത്തങ്ങളെ അവകാശമാക്കിയവരാണ് നമ്മൾ. ഇന്ന് നമ്മൾ ഭാവികാല വാഗ്ദത്തങ്ങൾ അവകാശമാക്കാനുള്ളവരാണ്. അതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്ന ഉദ്ദേശത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? 14-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തില് എന്നേക്കും കൂടെ ഇരിക്കുന്നതാണ് എന്ന ഉദ്ദേശത്തോടെയാണ് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. 7 വിധ ഉദ്ദേശത്തോടെയാണ് പരിശുദ്ധാത്മാവിനെ ഭൂമി തന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? എന്നേക്കും കൂടി ഇരിക്കുന്നതിന് വേണ്ടി. വന്നും പോകുന്നതല്ല, ഒരു ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയല്ല, എന്നേക്കും ഇരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ. 14-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ നമുക്ക് സകലവും ഉപദേശിച്ചു തരുമെന്നാണ്. 14-26 പറഞ്ഞ് ഉപദേശിച്ചു തരും. പരിശുദ്ധാത്മാവ് നമ്മളെ ഉപദേശിച്ചു തരും. നടക്കേണ്ടുന്ന വഴി അവൻ ഉപദേശിച്ച് കാണിച്ചു തരും. കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. ഇതൊക്കെ പഴയ നിയമത്തിൽ നിഴലാണ്. അവര് പോയപ്പോൾ ദൂതൻ അവർക്ക് മുമ്പേ പോകുന്നതിനെ കുറിച്ചും അവരെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. കർത്താവ് പറഞ്ഞ ദൂതൻ ഞങ്ങൾക്ക് മുമ്പേ പോകുന്നു. അപ്പോൾ സകലം ഉപദേശിച്ചു തരുന്ന, നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരുന്ന അതിനു വേണ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. അതിന്റെ 14-26 വാക്യത്തില് 3-ാമത്തെ ഉപദേശമായിരിക്കുന്നത് ഓർപ്പിച്ചു തരും. 14-26 വാക്യത്തില് അത് ഞങ്ങൾക്ക് ഓർപ്പിച്ചു തരുന്നു. 14-26 വാക്യത്തില് കാര്യത്തിൽ സകലവും ഉപദേശിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഓർമ്മപ്പെടുത്തി തരും. നമ്മൾ മറന്നുപോയാലും നമുക്കത് ഓർമ്മ തരും. അതെ, ഇന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ. എന്താ ഓർമ്മപ്പെടുത്തുന്നത്? എന്താണ്? നമ്മുടെ വാക്തത്വങ്ങളെ ഓർമ്മപ്പെടുത്തും. നാം ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ അതിനെ പറയല്ല, ഞാൻ അതിനായി വിടത്തില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. പ്രസന്റ് കാലത്തെ, വർത്തമാനകാലത്തിൽ നമുക്ക് നമ്മൾ വല്ലാതെ ഭാരപ്പെടുമ്പോൾ നമ്മളെ അത് ഓർമ്മപ്പെടുത്തും. ഇല്ല, യേശു നമ്മളോട് കൂടെയുണ്ട്, നമ്മളോട് പറഞ്ഞ വാക്തത്വങ്ങളുണ്ട്, അത് അതിൻ്റെതായ സമയത്ത് നിറവേറപ്പെടുന്നുള്ള ആശ്വാസം നൽകുന്ന, കൂടിയിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തും, ഉപദേശിച്ചു തരും, നടക്കേണ്ട വഴി കാണിച്ചു തരും. അതുപോലെ തന്നെ ഓർമ്മപ്പെടുത്തി നാം ഈ ലോകത്തിനുള്ളവരല്ല, യേശുവിന് വേണ്ടിയുള്ളവരാണെന്നുള്ള, ആത്മീയരാണെന്നുള്ള ഓർമ്മ എപ്പോഴും നമ്മുടെ ജീവിതത്തിലും വരുവാനുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തി നമുക്ക് നൽകും. യേശു എന്തെല്ലാം പറഞ്ഞു, നാം എന്തെല്ലാം പഠിച്ചോ, എന്തെല്ലാം ഗ്രഹിച്ചോ, അതെല്ലാം നമുക്കത് ഓർമ്മപ്പെടുത്തി തരുവാൻ കഴിയത്തരും. 4-ാമത്തെ കാര്യമായി പറഞ്ഞിരിക്കുന്നത്, അത് 15-ാമത്തെ 26-ാം വാക്യത്തിൽ പറഞ്ഞത് അവൻ സാക്ഷ്യം പറയും. 15-26 പറഞ്ഞിരിക്കുന്നത് എന്നെക്കുറിച്ച്, യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയും. അപ്പം പരിശുദ്ധാത്മാവിനെ ഭൂമി തന്നിരിക്കുന്നത് ദൈവമക്കളോട് എന്നേക്കും ഇരിക്കണം. അതുപോലെ തന്നെ അവരെ ഉപദേശിച്ച് നടത്തണം, അവരെ ഓർപ്പിച്ച് നടത്തുന്ന ദൈവത്തിന്റെ ആത്മാവ്. അങ്ങനെ അവരെ കൊണ്ട് യേശുവിനെ സാക്ഷ്യം പറയിപ്പിക്കുക എന്നുള്ളതാണ് ഉപദേശം. ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം. ആരെ കൊണ്ടാണ് സാക്ഷ്യം പറയിപ്പിക്കുന്നത്? ഇപ്പം യേശു ക്രിസ്തുവിന്റെ ആത്മാവിനെ നമ്മൾ തന്നിരിക്കുന്നത്, ലോകത്തിൽ അയച്ചിരിക്കുന്നത് നമ്മോടുകൂടി ഇരിക്കുവാൻ വേണ്ടി, നമ്മളെ ഉപദേശിച്ച് വഴി നടത്താൻ വേണ്ടി, അതുപോലെ തന്നെ നമ്മളെ ഓർപ്പിച്ച് ഉണർത്തി എന്നും ദൈവമക്കളാണെന്നുള്ള ആ ഓർമ്മ നമ്മളിൽ തന്ന് നമ്മുടെ ജീവിതത്തെ എപ്പോഴും ഉണർവിൽ നടത്തുന്നതാണ് ദൈവത്തിന്റെ ആത്മാവ്. ആണ് പുതുക്കം പ്രാപിക്കുന്ന ഒരു അനുഭവത്തിൽ നമ്മളെ നടത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എല്ലാ ദിവസവും നമുക്ക് പുതുമയുള്ളതാണ്. അപ്പോൾ നമുക്കൊരു പുതുമയുള്ളതാണ് എല്ലാ ദിവസവും. ആ പുതുമ നൽകുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെ റിന്യൂ ചെയ്യുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. അങ്ങനെ അവരെ കൊണ്ട് കഥ പറഞ്ഞു, അവരുടെ വായിലൂടെ ഞാൻ സാക്ഷ്യം പ്രസ്താവിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം നമുക്ക് പ്രസ്താവിക്കാൻ കഴിയുന്നത്. 6-ാമത് കഥ പറഞ്ഞത് 16-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തെ പറഞ്ഞു, ബോധം വരുത്തും, ലോകത്തിന് ബോധം വരുത്തുവാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ബോധമില്ലാത്തവരായിരുന്നു. നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തിയപ്പോൾ നാം വർത്തമാനകാല വാക്തത്വത്തിനും ഭാവികാല വാക്തത്വങ്ങൾക്കും നാം അവകാശികളായി തീർന്നു. ഇപ്പൊ ദൈവത്തിന്റെ ആത്മാവ് വന്ന് ബോധം വരുത്തുന്നതാണ്, ലോകത്തിന് ബോധം വരുത്തുന്നതാണ്. അതിന്റെ 16-ാം അധ്യായം 13-ാം വാക്യം വഴി നടത്തും. നാം എവിടെയെങ്കിലും വഴിമുട്ടി നിൽക്കുമ്പോൾ, മുമ്പോട്ട് പോകാൻ കഴിയാതിരിക്കുമ്പോൾ
വഴി നടത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. 16-13 16-13. സത്യത്തിൽ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. കർത്താവിന്റെ ആത്മാവിനെ തന്നിരിക്കുന്ന ഉദ്ദേശം സകല സത്യത്തിലും നമ്മളെ വഴി നടത്താൻ വേണ്ടിയാണ്. അപ്പം അതാണ് പരിശുദ്ധാത്മാവിനോട് പ്രത്യേകത. അതാ, അവർക്കൊരിക്കലും ബോഷ്കിന്റെ വഴിയിലേക്ക്, പാപത്തിന്റെ വഴിയിലേക്ക് പോകാൻ കഴിയത്തില്ല. എപ്പോഴും ദൈവാത്മാവ് വഴി നടത്തും. ആ ആത്മാവിന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ നമുക്ക് അതിനപ്പുറം പോകാൻ പറ്റത്തില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന ഒരാളുടെ കൈക്കീഴിൽ നമ്മൾ ഇരിക്കുന്നെങ്കിൽ നമുക്ക് അവരെ വെട്ടിച്ചു പോകാൻ പറ്റത്തില്ല. കാരണം നമ്മളെ വഴി നടത്തുന്ന ദൈവാത്മാവ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കും, നമ്മളെ വഴി നടത്തും. കർത്താവ് നമ്മളെ വഴി നടത്താൻ വേണ്ടി തന്റെ ആത്മാവിനെ തന്നിരിക്കുകയാണ്. അതിന്റെ 7-ാമത്തെ കാര്യം അതിന്റെ 16-13 16-13 വരുവാനുള്ളത് അറിയിച്ചു തരും. 16-13 വരുവാനുള്ളത് അറിയിച്ചു തരും. അപ്പൊ 7 കാര്യങ്ങളുള്ള ഉദ്ദേശത്തോടെയാണ് ദൈവത്തിന്റെ ആത്മാവിനെ ഭൂമിയിൽ അയച്ചിരിക്കുന്നത്. പിന്നെ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷകളുണ്ട്, കൃപാവരങ്ങളുണ്ട്, അത് വേറൊരു ഭാഗം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എന്തിനാണ് പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത് എന്നുള്ളത് പറയുമ്പോൾ കർത്താവ് ഇവിടെ അവരോട് പറയുകയാണ് 7 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത്. ഒന്ന്, എന്നേക്കും കൂടിയിരിക്കേണ്ടതിന് ദൈവം തന്റെ ആത്മാവിനെ തന്നിരിക്കുന്നു. 2, നമ്മളെ സകല ഉപദേശകൻ, ദൈവവചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാതിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി തരുന്ന, ഉപദേശിച്ചു തരുന്ന ഒരു ടീച്ചറായിട്ട് പരിശുദ്ധാത്മാവ് കൂടിയിരിക്കും. 3 പറയുകയാണ്, ഓർപ്പിച്ചു തരും. നമ്മുടെ ജീവിതത്തിന്റെ എപ്പോഴും ഒരു ഉണർവ് അല്ലെങ്കിൽ ഒരു പുതുക്കം നൽകുന്നത് പരിശുദ്ധാത്മാവ് ഭൂമിയിലുള്ളത് കൊണ്ടാണ്. നമ്മളെ റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അല്ലെ നമ്മൾ പഴമയായി പോകും. പണ്ട് പഠിച്ചതൊക്കെ, സ്കൂളിൽ പഠിച്ചതൊക്കെ മറന്നുപോയി. പക്ഷേ ഇന്ന് നാം പഠിക്കുന്നത്, നാം മനസ്സിലാക്കിയ ദൈവം നമ്മളെ ഉപദേശിച്ചു തരുന്നത് ഓരോ ദിവസത്തിലും പുതുമയാണ് നൽകുന്നത്. അത് ദൈവത്തിന് ദയ. ഓരോ ദിവസവും പുതുമയുള്ളത്, എത്രയോ പുതുമയാണ് നമ്മൾ ഓരോ ദിവസവും പ്രാപിച്ചെടുക്കുന്നത്. ഇന്നലേക്കാൾ ഇന്ന് കൂടുതൽ ദൈവം വായിക്കും തോറും പഠിക്കും തോറും നമുക്കത് പുതുമയാണ്. നമ്മളെ പുതുക്കിക്കൊണ്ടിരിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയും. അതെ, ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം, ജീവിതത്തിന്റെ സാക്ഷ്യം, രക്ഷയുടെ സാക്ഷ്യം പ്രസ്താവിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ലോകത്തെല്ലായിടത്തും എൻ്റെ സാക്ഷികളാകും. അപ്പൊ അങ്ങനെ സാക്ഷിയുടെ ഒരു സമൂഹത്തെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയാണ് ദൈവാത്മാവിനെ ഭൂമിയിൽ അയച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ സാക്ഷിയുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത്. പഴയ നിയമത്തിന്റെ കാര്യം പറഞ്ഞിട്ട് പുതിയ നിയമത്തിന്റെ സാക്ഷിയുടെ സമൂഹം എന്ന് പറഞ്ഞാൽ എണ്ണിക്കൂടാത്ത, ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള വലിയൊരു സാക്ഷിയുടെ സമൂഹത്തെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഉദ്ദേശപ്രകാരം ദൈവം അയച്ചിരിക്കുന്ന ഉദ്ദേശം നിവർത്തിയിരിക്കപ്പെട്ടു. അതിന്റെ 8 പറഞ്ഞിരിക്കുന്നത് നമുക്ക് ബോധം വരുത്തുന്നതാണ്. ദൈവാത്മാവ് നമുക്ക് ബോധം വരുത്തും. നമ്മളെവിടെയെങ്കിലും നമ്മളെ ബോധം വരുത്തിയാണ് എപ്പോഴും ആ സുബോധത്തിൽ നമ്മളെ നിർത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ബോധം മറഞ്ഞു പോകുന്ന നമുക്കറിയാം. ബോധം മറഞ്ഞു പോകുന്ന സംബന്ധം നമുക്കൊന്നും അറിയത്തില്ല, അല്ല, അങ്ങനെയല്ല. ബോധം കിട്ടുപോയി കഴിഞ്ഞൊന്നും അറിയത്തില്ല. എന്നാൽ ബോധം വന്നു കഴിയുമ്പോൾ എല്ലാം തെളിവാകും. പുതിയ നിയമത്തിൽ നമുക്കെല്ലാം തെളിവാക്കി തന്നു. നമ്മൾ അന്ധകാരത്ത് നടക്കുന്നവരല്ല, തപ്പിത്തറഞ്ഞ് നടക്കുന്നവരല്ല. വ്യക്തമായ ദർശനത്തോടുകൂടി നമ്മൾ ചെയ്യുന്നത് ശരിയാണ്, നമ്മുടെ ആരാധന ശരിയാണ്, നമ്മുടെ പ്രാർത്ഥന, നാം സ്നാനപ്പെട്ടത്, രക്ഷിക്കപ്പെട്ടത്, നാം വിശ്വസിക്കുന്നത് എല്ലാം ശരിയാണ്, അത് ബോധമുള്ളതാണ് എന്ന് പറഞ്ഞാൽ തപ്പിത്തടയുകയല്ല, കൃത്യതയുള്ളതാണ്. അതിനെല്ലാം നമുക്ക് ഷ്യൂരിറ്റി ഉണ്ട്. അതാണ് ബോധം വരുത്തുന്നത്. 16-13 പറയുന്നത് നമ്മളെ കൈപിടിച്ച് സകല സത്യത്തിനും വഴി നടത്തും. ശത്രു നമ്മളെ പിടിച്ച് നമ്മുടെ വഴി മുടക്കിക്കളയുമ്പോൾ, അല്ലെങ്കിൽ അവൻ തടഞ്ഞു കളയുമ്പോൾ, ആ ദുർഘടങ്ങളെ നിരപ്പാക്കി നമ്മളെ വഴി നടത്തുവാനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം ഭൂമിയിൽ തന്നിരിക്കുന്നത്. ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടണം. കർത്താവേ, നിന്റെ ആത്മാവ് തന്നിരിക്കുന്നതുകൊണ്ട് രാത്രിയിൽ ആരുടെയെങ്കിലും ആത്മീയ ജീവിതത്തിന്റെ വഴി അടയുന്നുണ്ട്, ഏതെങ്കിലും വഴി അടയുന്നുണ്ടെങ്കിൽ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വഴി തുറക്കുവാൻ വേണ്ടി, അത് പ്രവർത്തിക്കുവാൻ, തന്റെ ഉദ്ദേശം നിവർത്തിയിരിക്കപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു. അതിന്റെ 7-ാമത്തെ കാര്യം, ദൈവത്തിന്റെ വരുവാനുള്ളത് അവൻ നമുക്ക് അറിയിച്ചു തരും. വരുവാനുള്ളത് യേശു കർത്താവ് അറിയിച്ചു തരും. അവന്റെ ആത്മാവ് ഭാവി കാലത്തുള്ള ബന്ധത്തിൽ
ഉള്ള കാര്യങ്ങളെ നമുക്ക് അറിയിച്ചു തരും. ഇതാണ് പരിശുദ്ധാത്മാവിനെ ഭൂമി തന്നിരിക്കുന്നതിനെ കുറിച്ചുള്ള ഉദ്ദേശം. ഇതാണ്. ഈ 7 കാര്യങ്ങൾ ആണ് പ്രധാനമായിട്ടും ഇന്ന് രാത്രി നമ്മൾ ചിന്തിച്ചത്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വർത്തമാനകാല വാഗ്ദത്തങ്ങളെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്ന ഉദ്ദേശത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ 14 മുതലുള്ള അധ്യായങ്ങൾ ഞാൻ വേഗത്തിൽ വായിക്കാം. വായിക്കുമ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഇതിനകത്ത് നമ്മൾ ചിന്തിച്ച വിഷയങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ചില വിഷയങ്ങൾ കൂടി, ഒരു ചോദ്യം കൂടി നമ്മൾ ഇതിനകത്ത് ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പം യേശുവിനോട് ഈ മർക്കോസിന്റെ മാളിമുറിയിൽ വെച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പ്രധാനമായിട്ടും യൂദ വിവാഹ ശേഷമായി പത്രോസ് ചോദിക്കുന്നുണ്ട്. പത്രോസ് ചോദിച്ചത്, നീ എവിടെ പോകുന്നു, എനിക്ക് നിന്നെ അനുഭവിക്കാൻ കഴിയാത്തതെന്ത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പത്രോസ് ചോദിക്കുന്നുണ്ട്. പത്രോസാണ് എടുത്ത് ചോദിക്കുന്നത്. പത്രോസ് ചോദിക്കുന്നത് കണ്ടുകൊണ്ട് തോമസ് ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ എങ്ങനെ വഴി അറിയാമെന്ന് യേശുവോട് ചോദിക്കുന്നുണ്ട്. യേശുവോടൊക്കെ അന്നേരം സദൃശ്യമായിട്ടാണ് സംസാരിച്ചത്. നമുക്കിത് വായിക്കുമ്പോൾ അറിയാം, ഇത് കൃത്യതയായിട്ട് പറഞ്ഞു, സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടില്ല, സദൃശ്യങ്ങൾ പറഞ്ഞു. ഇത് കേട്ടിട്ട് പീലിപ്പോസ് ചോദിച്ചു, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമെന്നാൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ് ചിന്തിച്ചതാ. എന്നാൽ അടുത്തൊരു ചോദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന്റെ 22 വാക്യത്തിലാണ്. ഇസ്കര്യോത്തല്ലാത്ത യൂദ അവനോട്, കർത്താവേ, എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്ക് അത്രേ നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. 4 അപ്പോസ്തലന്മാർ ചോദിച്ച 4 ചോദ്യങ്ങൾക്ക് കർത്താവ് ഉത്തരം പറഞ്ഞു. പക്ഷേ സ്പഷ്ടമായിട്ട് അവർക്ക് മനസ്സിലായില്ല. അങ്ങനെയല്ല പറഞ്ഞത്, അത് അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ഇവിടെ ചോദിക്കുമ്പോൾ തന്നെ കർത്താവ് അവരോട് പറഞ്ഞില്ല. ഇപ്പൊ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞത്, യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. കർത്താവ് അങ്ങനെ പറയുവാണ്, സ്നേഹിക്കുന്നവൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിച്ച് ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടി വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എൻ്റെ അയച്ച പിതാവിൻ്റെ അത്ര ഉത്തരം പറഞ്ഞു. ഞങ്ങൾ വന്ന് വാസം ചെയ്യും, അതിനുള്ള വെളിപ്പാട് ഞങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞു. എന്നാൽ ഈ 18 അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അവരോട് വളരെ കാര്യമായ രീതിയിൽ സദൃശ്യമായിട്ട് സ്പഷ്ടമായിട്ട് അവരോട് സംസാരിക്കുന്നതിനെ കുറിച്ച് അത് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നീ സ്പഷ്ടമായിട്ട് ഞങ്ങളോട് പറയുന്നതെന്ന് അവർ തന്നെ പറഞ്ഞു. 16 അധ്യായം അതിൻ്റെ 25 വാക്യത്തിൽ, ഇത് ഞാൻ സദൃശ്യമായി നിങ്ങളോടൊപ്പം സംസാരിച്ചിരിക്കുന്നു, എങ്കിലും ഞാൻ ഇനി സദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു. അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുക, പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുന്നു. അതിന് അവന്റെ ശിഷ്യന്മാർ, ഇപ്പോൾ നീ സദൃശ്യം ഒന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു, നീ സകലവും അറിയുന്നുവെന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്നും ഞങ്ങളിപ്പോൾ അറിയുന്നു. ഞങ്ങളിപ്പോൾ ഇതിനാൽ അറിയുന്നു, ഇതിനാൽ ദൈവത്തിന് അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സ്പഷ്ടമായിട്ട് സദൃശ്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കഥ പറഞ്ഞു. സ്പഷ്ടമായിട്ട് കഥ പറയാതെ സദൃശ്യമായിട്ട് യേശു പറഞ്ഞത് നമുക്കിവിടെ മനസ്സിലായി. എന്താണ് കഥ സദൃശ്യമായിട്ട് പറഞ്ഞത്? കഥ പറഞ്ഞു, പരിശുദ്ധാത്മാവ് കഥ പറഞ്ഞു, ഞാൻ തരുന്ന വർത്തമാനകാല വാഗ്ദത്തങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ആ വർത്തമാനകാല വാഗ്ദത്തങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് തരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഉദ്ദേശത്തെക്കുറിച്ചും കഥ പറഞ്ഞപ്പോൾ അത് കൂട്ടി പറഞ്ഞപ്പോൾ അത് സദൃശ്യമായിട്ടാണ് യേശു പറഞ്ഞത്. എന്നാൽ കർത്താവ് അവരോട് സംസാരിച്ച അവസാനമായി പിതാവാന്റെ അടുക്കൽ നിന്നും തിരിച്ച് അടുക്കിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇനി നീ സകലവും അറിയുന്നുവെന്നും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്നും. അതിൻ്റെ അർത്ഥം, നീ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇപ്പോൾ അറിയേണ്ടതെല്ലാം അറിയാൻ കഴിഞ്ഞു എന്ന് അവർ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഈ ഇസ്കര്യോത്ത് അല്ലാത്ത യൂദ യേശുവോട് ചോദിക്കുകയാണ്, കർത്താവേ, എന്ത് സംഭവിച്ചിട്ടാകുന്നു ലോകത്തിനല്ല
ഞങ്ങൾക്ക് നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അത് നമുക്കത് പിന്നീട് കാണാൻ സാധിക്കുന്നത് അത് എന്താണ് സംഭവിക്കുന്നുള്ളത് അതിൻ്റെ 14-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഞാൻ ഇപ്പോൾ അത് സംഭവിക്കും മുമ്പ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നുള്ളത് അതിന് മുകളിൽ പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ സമാനം ഞങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഞാനിപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യഗണത്തോട് പറയുകയാണ്, സംഭവിക്കേണ്ടത് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു മനുഷ്യനായി വന്നു, മരിച്ച് ഞാൻ അടക്കപ്പെടും, ഉയർത്തെഴുന്നേൽക്കും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകും, തിരിച്ച് മടങ്ങി വരുമെന്ന കാര്യമാണ്. അതാണ് സംഭവം. ഇപ്പോൾ യേശുക്രിസ്തു മരണാനന്തര മരിച്ച ശേഷം പുനരുത്ഥാനന്തര ശേഷമായിട്ടാണ് ക്രിസ്തു പുനരുത്ഥാന ശരീരത്തോടുകൂടി അവർക്ക് വെളിപ്പെട്ടത്. ലോകത്തിന് അങ്ങനെ ഒരു യേശുവിനെ വെളിപ്പെടുവാൻ ഇടയാറ്റുന്നിട്ടില്ല. ജഡത്തിലുള്ള യേശുവിനെ എല്ലാവരും തൊട്ട് നോക്കി കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു, അവന് ആഹാരം കൊടുത്തു, പലരും അവനോട് കൂടി ഇടപെട്ടു. എന്നാൽ പുനരുത്ഥാനന്തര ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കിട്ടിയില്ല. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമോ. രാത്രി പ്രിയപ്പെട്ടവരെ, ക്രിസ്തു യേശു പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ നിവൃത്തിയിരിക്കപ്പെടും. അവിടെ തുറന്നു യേശു അങ്ങനെ അവിടെ അടുക്കൽ വന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ ചോദിച്ച്, നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ലോകത്തിനല്ലേ നീ ഇതുവരെ വെളിപ്പെടുത്തിയത്? ലോകം നിന്നെ കണ്ടല്ലോ, ഞങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇനി എന്താണ് കാണാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞത്, പുനരുത്ഥാനന്തര പ്രത്യക്ഷത അത് ലോകത്തിനല്ല, അത് അവൻ തിരഞ്ഞെടുത്ത അവൻ്റെ ശിഷ്യഗണങ്ങൾക്ക്, അപ്പോസ്തലന്മാർക്ക്, അല്ലെങ്കിൽ അവനോട് അടുത്തുള്ളവർക്ക് മാത്രമാണ് എന്നുള്ളതാണ് കർത്താവ് പറയാനിടയാത്തത്. അപ്പോൾ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ പ്രധാന സന്ദേശങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ ഓരോ കാര്യങ്ങളും എടുത്ത് മനസ്സിലാക്കിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 14-ാം അധ്യായത്തിൻ്റെ പഠനം ഇവിടെ നിർത്തുന്നതിന് മുമ്പായി ഈ കർത്താവ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരോട് പറഞ്ഞ ശേഷമായി കർത്താവ് പറയുകയാണ്, അതിൻ്റെ എങ്കിലും എഴുന്നേൽപ്പീൻ, നാം പോക എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകമറിയട്ടെ. എഴുന്നേൽപ്പീൻ, നാം പോകാം. 14-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. അതിൻ്റെ ഒരു വായിക്കൊണ്ട് മൊഴി വായിക്കാം. അതിൻ്റെ 30-ാമത്തെ വാക്യം. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല. ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല. യേശു പറഞ്ഞു, എനിക്ക് കാര്യമുള്ളത് നിങ്ങളോടാണ്, ലോകത്തിന്റെ പ്രഭുവിനോടല്ല. രാത്രിയിലും പ്രിയപ്പെട്ടവരെ, നമുക്ക് കാര്യമുള്ളത് ലോകത്തിന്റെ പ്രഭുവിനോടല്ല, നമ്മുടെ ദൈവത്തോടാണ് നമുക്ക് കാര്യമുള്ളത്. അതായത് ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല. അതിനർത്ഥം അവൻ ഏത് വിധത്തിലുള്ള കാര്യമായിട്ട് വന്നാലും എന്നെ അവന് പിടിക്കാൻ കഴിയത്തില്ല. എന്റെ മേലെ ഏതെല്ലാം കുറ്റങ്ങൾ ആരോപിച്ചാലും അതിലൊന്നും അവൻ ജയിക്കുകയില്ല. അവന്റെ സകല തന്ത്രങ്ങളെയും അവന്റെ സകല ആയുധവർക്കത്തെയും കീഴ്വെപ്പിക്കും. എന്താ പറഞ്ഞു, അവൻ എന്നോടൊരു കാര്യവുമില്ല. അവൻ ഏതെങ്കിലും വിധത്തിലുള്ളതായ അവന്റെ തന്ത്രങ്ങൾ, അവന്റെ ആയുധങ്ങൾ ഒന്നൊന്നായി ഉപയോഗിച്ചാലും യേശു പറഞ്ഞു, എന്നെ അതിനൊന്നും പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ലോകത്തിലെ പ്രഭു വരുന്നു, അവന് എന്നോടൊരു കാര്യവുമില്ല. ലോകത്തിന്റെ പ്രഭു എന്ന് പറയുമ്പോൾ സാത്താനാണ്. അതേക്കുറിച്ചാണ് പറയുന്നത്, സാത്താനെ കുറിച്ചാണ് പറയുന്നത്. 16-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിലും പറഞ്ഞിട്ടുണ്ട്. 16-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുകൊണ്ട് ന്യായവിധിയെ കുറിച്ചും എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിന്റെ പ്രഭു എന്ന് പറയുമ്പോൾ സാത്താനാണ്. ഈ ലോകത്തിന്റെ പ്രഭു ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭു വരുന്ന പറയുമ്പോൾ സാത്താനാണ്. അവൻ വരുന്നു, അവൻ എന്നോടൊരു കാര്യവുമില്ല. അപ്പോൾ സാത്താന്റെ തലയെ തകർക്കുക എന്നുള്ളതാണ് യേശുവിന്റെ ഒന്നാമത്തെ വരവന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ എന്നോടൊരു കാര്യവുമില്ല. അവനുമായിട്ട് യാതൊരു കോംപ്രമൈസിനുമല്ല വന്നിരിക്കുന്നത്. അവനെ പരാജയപ്പെടുത്തുവാൻ,
അവന്റെ തല തകർക്കാൻ വേണ്ടിയാണ് യേശു. ദൈവത്തിന് ഇരുളിനോട് ഒരു കോംപ്രമൈസും ഇല്ല. രാത്രി സന്ദേശം കേൾക്കുന്ന ദൈവമക്കളും പറയണം, ഞാൻ വെളിച്ചത്തിന്റെ മക്കളായതുകൊണ്ട് എനിക്ക് ഇരുളുമായിട്ട് ഒരു ബന്ധവുമില്ല. രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ സാധിക്കും? ഈ ദൈവജനം കേൾക്കുന്നത് പറയാൻ സാധിക്കും, അതെ, ഞങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാണ്. ഞങ്ങളുടെ കർത്താവ് പറഞ്ഞതുപോലെ, അതെ, അവനെ പരാജയപ്പെടുത്തുവാനാണ് എൻ്റെ യേശു വന്നത്. അവന്റെ തലയെ തകർത്ത് അവനെ പരാജയപ്പെടുത്തി ആ ആ ക്രിസ്തുവിന്റെ രക്തത്തിൽ ജനിച്ച ഞങ്ങൾക്കും ഒരു കാര്യമാ പറയാനുള്ളത്, ഈ ലോകത്തിന്റെ പ്രഭുവിന്, ഈ ലോകത്തെ ഇരുളിന് ഞങ്ങളുടെ മേൽ ഒരു അധികാരവുമില്ല, അവനുമായിട്ട് ഞങ്ങൾക്കൊരു കാര്യവുമില്ല എന്ന് പറയത്തക്കവണ്ണമുള്ള ആത്മീയ നിലവാരത്തിലേക്ക് പണിതുയർത്തിയെടുക്കുന്നവരാണ് ദൈവത്തിന്റെ പരിശുദ്ധന്മാരിൽ തികവ് പ്രാപിക്കുന്ന ദൈവമക്കൾ. ഇന്ന് രാത്രിയിലും ഇരുൾ അവരിൽ ഒട്ടും കാണത്തില്ല. ആ ഒരു നിലവാരത്തിലേക്ക് എത്തണം. കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോടൊരു കാര്യവുമില്ല. പലർക്കും സാത്താനെ കുറിച്ചും ബെദക്രിസ്തുവിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. യേശുവിനെ കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ വലിയ താല്പര്യം പലർക്കും എതിർക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്. ഇവിടുന്ന് വരും, ഏത് രാജ്യത്തോരും, എങ്ങനെയാണ്, കൊമ്പുണ്ടോ, കാലുണ്ടോ, വാലുണ്ടോ എന്നൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന് വേണമെങ്കിൽ രാത്രി മുഴുവൻ വേണമെങ്കിൽ നെറ്റ് മുഴുവൻ പരതി നോക്കും. എന്തിനാണ് നോക്കുന്നത്? ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച് പഠിക്കുക, ആന്റി ക്രൈസ്റ്റിനെ കുറിച്ചുള്ള അറിവ് നേടുക. എവിടുന്നാണ് വരുന്നത്, എങ്ങനെയുണ്ട്, വാലുണ്ടോ, പല്ല് നീണ്ടതാണോ, അതേക്കുറിച്ചൊരു ചിന്തയാണ് പലർക്കും ഉണ്ടാകുന്നത്. പലരും അതേക്കുറിച്ച്. പക്ഷേ കഥാ പറഞ്ഞു, അവനെന്നോട് കാര്യമൊന്നുമില്ല. എനിക്ക് അവന്റെ ഗുണഗണങ്ങളെ, അവന്റെ കാര്യങ്ങളെ കുറിച്ചോ വീഡിയോ നമ്മളതിന്റെ ആവശ്യം നമുക്ക് അറിയാം എന്നതാണ്. പക്ഷെ അതേക്കുറിച്ചൊരു ഡീപ്പ് തിയോളജി എടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കഥ പറഞ്ഞു, അവനോട് കാര്യവുമില്ല. എനിക്കറിയേണ്ടത് യേശുവിനെ കുറിച്ചാ. കഥ പറഞ്ഞ കാര്യങ്ങൾ ഇത് പലർക്കും ഞാൻ പറയട്ടെ, ഈ വചനത്തിന് പകരമായിട്ടൊന്ന് എതിർക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു നോക്കിക്കേ. അത് ചില പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് എന്തെങ്കിലും അവിടെ നിന്ന് ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഫോളോവേഴ്സ് വരും. അത് കേൾക്കാനൊക്കെ വരും, ഇഷ്ടംപോലെ ആൾക്കാർ കാണും. പക്ഷെ സത്യവചനം ക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ അത് ആർക്കും വേണ്ട. ലോകത്തറിയേണ്ട ഇരുളിനെ കുറിച്ചുള്ള കാര്യമാണ്. ഇരുൾ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. വെളിച്ചമാണ് ക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. അത് എല്ലാവർക്കും ഇഷ്ടം, വളരെ ഇഷ്ടമാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനം നടത്താമെങ്കിൽ ഭയങ്കര താല്പര്യമാണ്. പക്ഷെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതിനെ പലരും ചെവി കൊടുക്കാറില്ല. പക്ഷെ അത് ഇരുളിനെ കുറിച്ച് പഠിപ്പിക്കാനല്ല കർത്താവ് ആക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, ഇരുൾ എന്താണെന്നും സാത്താൻ എന്താണെന്നും അവൻ എവിടുന്നാണെന്നും എങ്ങനെയാണെന്നും ഒക്കെയുള്ള പഠനം ദാനിയേൽ പ്രവചനത്തിലും വെളിപ്പാട് പുസ്തകത്തിലും നമ്മൾ പഠിപ്പിക്കും. പക്ഷേ അതിൻ്റെ ഒരു തിയോളജിക്കൽ ആയിട്ടുള്ള വലിയൊരു പഠിപ്പിലല്ല നമ്മൾ സാത്താനെ കുറിച്ച് പഠിപ്പിക്കാനോ അവന്റെ കാര്യങ്ങളെ കുറിച്ച് പറയാനോ അല്ല കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. നമുക്ക് ജീവൻ തന്ന ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാനും അവനെക്കുറിച്ച് വെളിപ്പെടുത്തുവാനും വേണ്ടിയാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, എനിക്ക് എൻ്റെ പിതാവിനെ വെളിപ്പെടുത്തേണ്ടത്. സാത്താൻ വന്നിട്ട് അവനോട് സമരസപ്പെടുന്ന ഒന്നും എനിക്കില്ല. അവനോട് എതിർത്ത് നിൽക്കുവാൻ വേണ്ടിയാണ് ഞാൻ ലോകത്തിൽ വന്നത്. അവനെ പരാജയപ്പെടുത്തുവാനാണ് വന്നത്. അതുകൊണ്ട് അവൻ വരുന്നവൻ എന്നോടൊരു കാര്യമില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകമറിയട്ടെ, എഴുന്നേൽപ്പീൻ, നാം പോകാമെന്ന് പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? എന്താണ്? കർത്താവ് മർക്കോസിന്റെ മാളിക മുറിയിൽ നിന്ന് പറയുക, ലോകമറിയണം, എഴുന്നേൽപ്പിൻ, നാം പോകാം. അവിടുന്ന് അവരെ കൊണ്ട് എഴുന്നേൽപ്പിച്ച് പോരുമ്പോഴാണ് അവരുടെ സ്തോത്രം പാടി ഒലിമലയ്ക്ക് പുറപ്പെട്ടു പോരാട്ട് മറ്റു സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുവരെയും കർത്താവ് മർക്കോസിന്റെ മാളിക മുറിയിൽ നിന്ന് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് പറയും, ലോകമറിയട്ടെ. അപ്പോൾ എന്താണ് ലോകം അറിയേണ്ടത്? ലോകം അറിയേണ്ടത് എന്താണെന്ന് അറിയാമോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകമറിയട്ടെ. അതിന്റെ വിശദീകരണം ഒറ്റ വാക്കിൽ പറയാം. ലോകത്തിന് മറഞ്ഞു നിന്നാണ് മാനവരക്ഷ എന്നുള്ളത്. പിതാവാം ദൈവം തന്റെ പുത്രനെ സ്നേഹിച്ച്, അവനെ സ്നേഹിച്ച് ലോകത്തിൽ അയച്ചത്, അവനോട് കൽപ്പിച്ചത്, നീ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി കാൽവറിയിൽ ക്രൂശിൽ മരിക്കണമെന്നാണ്. ആ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടിയാണ് യേശു പറഞ്ഞത്, എഴുന്നേൽപ്പീൻ, നാം പോകാം. ലോകമറിയട്ടെ, ഞാൻ പിതാവിനോട് കൽപ്പിച്ചത് ചെയ്യാനാ വന്നതെന്നും പിതാവിനോട് കൽപ്പിച്ചത് അത് മനുഷ്യനോടുള്ള സ്നേഹമാണെന്നുള്ളതാണ് പറഞ്ഞത്. നമ്മെ ആദരിക്കുന്ന ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി തൻ്റെ സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു തന്ന പിതാവാം ദൈവത്തിന്റെ സ്നേഹം ലോകമറിയണം. രാത്രിയിലും കഥാപനത് അറിയിക്കാൻ പോകുകയാ, ലോകത്തെ വെളിപ്പെടുത്തുവാൻ പോകുകയാ. ഞാൻ വന്നത് പിതാവാം ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാ. മനുഷ്യ,
പല ചോദ്യങ്ങൾ നീ ദൈവത്തോട് ചോദിക്കുന്നില്ല. എന്തിനാ സൃഷ്ടിച്ചെന്ന്, എന്തിനു വേണ്ടിയാ ലോകത്തിൽ കർഷതയെന്ന് പല ചോദ്യങ്ങൾ നാം ചോദിക്കാറില്ല. കഥ പറഞ്ഞു നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ വേണ്ടിയാ ഞാൻ എൻ്റെ പുത്രനെ അയച്ചത്. അതെ, നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് എനിക്കൊരു ഉദ്ദേശത്തിന് വേണ്ടിയാ, എൻ്റെ മക്കളായി തീരുവാൻ വേണ്ടിയാ, പാപത്തിൽ കുടുങ്ങിപ്പോയ നിങ്ങളെ രക്ഷിപ്പാൻ വേണ്ടി ഞാൻ എൻ്റെ പുത്രനെ ആ കാൽവയുടെ കൊലക്കടത്തിൽ നിങ്ങൾക്ക് വേണ്ടി തകർക്കാൻ പോവുകയാ. ഞാൻ അവന്റെ മുഖം ആദരിക്കത്തില്ല, എൻ്റെ മുഖം മറച്ചു കളയും. അവനെ അവനെ ഞാൻ ഉപേക്ഷിച്ച് കളയുന്നത്, തൽക്കാലത്തേക്ക് തള്ളിക്കളയുന്നത്, അവന്റെ മുഖത്തെ ആദരിക്കാതെ നിങ്ങളെ വിടിവിക്കാൻ വേണ്ടി നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ് എന്നാണ് കർത്താവ് പറഞ്ഞത്. ആ കാര്യമാണ് കർത്താവ് പറഞ്ഞത്. പിതാവാൻ ദൈവം എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും നമുക്കറിയാം. കർത്താവ് ലോകത്തെ സ്നേഹിച്ചു, ദൈവം ലോകത്തെ സ്നേഹിച്ചു, ലോകം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി. പിതാവാൻ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തെക്കുറിച്ച് 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ബൈബിളിലെ ഗോൾഡൻ വേൾഡ് ആകുന്ന അല്ലെങ്കിൽ സുവർണ വാർത്ത എന്ന് പറഞ്ഞിരിക്കുന്ന 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യമാണ്. തന്റെ ഏകജാന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതാണ് ലോകം അറിയേണ്ടത്. ഈ 14-ാം അധ്യായം അതിന്റെ ഈ 31-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യത്തില് ലോകം അറിയട്ടെ എന്നുള്ളത് എന്താണെന്ന് മനസ്സിലായല്ലോ. പറഞ്ഞാൽ ലോകം എന്താ അറിയേണ്ടത്? ലോകം അറിയേണ്ടത് ഇതാണ് പറയുന്നത്: ലോകത്തെ ദൈവം സ്നേഹിച്ചു. മനുഷ്യവംശത്തെ ദൈവം സ്നേഹിച്ചു എന്നറിയണമെങ്കിൽ ഒരു പാവവും ചെയ്യാത്ത ദൈവ കുഞ്ഞാടായിരിക്കുന്ന യേശു കാൽവരിയിൽ മനുഷ്യപാപത്തിന് വേണ്ടി യാഗമായി തീരണമെന്നുള്ളതാണ് പിതാവിനോട് കൽപ്പിച്ചിരിക്കുന്നത്. അത് ഉള്ള സമയമായി. എഴുന്നേൽപ്പീൻ, നാം പോക എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരുമായിട്ട് യേശു ഒലിമലയിലേക്ക് പോകുന്ന ഭാഗമായി പറയുന്നത് ലോകമറിയട്ടെ, മനുഷ്യനറിയട്ടെ. ഇന്ന് രാത്രി ഞാൻ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ആത്മാവിൽ വിളിച്ചു പറയുക, ഇന്ന് വരെ ദൈവസ്നേഹം അറിയാത്ത മനുഷ്യ, ഈ ലോകത്തിന്റെ താൽക്കാലിക ജീവിതത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം ഓടുന്ന മനുഷ്യനോട് ആത്മാവെന്ന് വിളിച്ചു പറയുക, നീ ലോകത്തിൽ വിതഞ്ഞോടുന്ന നിന്റെ ആവശ്യത്തിന് വേണ്ടിയാ. എന്നാൽ സ്വർഗം സ്നേഹിച്ച സൃഷ്ടിതാവാം ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ സ്നേഹിച്ച് തന്റെ പുത്രനെ, ഓമനപുത്രനെ കാൽവരിയിൽ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നുവാൻ, തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന പിതാവിന്റെ സ്നേഹം അറിയണം. ആ സ്നേഹമാണ് പിതാവാം ദൈവം നിവർത്തീകരിക്കുന്നെന്നുള്ളത് വെളിപ്പെടുത്തിക്കൊണ്ട് തന്റെ ശിഷ്യത്തോട് പറഞ്ഞു, നമുക്ക് എഴുന്നേൽക്കാം, നമുക്ക് പോകാം. പിതാവിനോട് കൽപ്പിച്ച അത് ഞാൻ ചെയ്യാൻ പോകുക. പിതാവിനെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു. കാരണം ഞാൻ പിതാവാം ദൈവത്തിന്റെ സ്നേഹം നിങ്ങളോടുള്ള സ്നേഹമാണ്, മനുഷ്യവർഗത്തോടുള്ള സ്നേഹമാണ്, അത് എന്നോടുള്ള സ്നേഹമാണ്. അത് എന്നിലൂടെ വെളിപ്പെടുത്തുവാൻ പോവുക. രാത്രി കണ്ണടയ്ക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ, നീ എത്ര സ്നേഹവാനായ ദൈവമാണ്. ഞങ്ങൾക്ക് വേണ്ടി തന്റെ ഓമനപുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചെന്ന കർത്താവേ, രാത്രി ഞങ്ങൾക്ക് ആ സ്നേഹം തിരിച്ചറിയുവാൻ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഞങ്ങളുടെ ജീവിതത്തിന്റെ വാക്തത്വ കാലത്തെക്കുറിച്ചും വാക്തത്വങ്ങളെക്കുറിച്ചും ദൈവാത്മാവിനെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനെ കുറിച്ചും കർത്താവേ, അവിടുന്ന് എത്ര ആഴമായ കാര്യങ്ങളാണ് ഞങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. രാത്രി തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. അത് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. അത് ഇതുവരെയും ലോകം അറിയാതിരിക്കുന്നത് യേശുവിന്റെ ആ സ്നേഹത്തിന്റെ പരമയാഗത്തെക്കുറിച്ചാണ്. പിതാവാം ദൈവം മനുഷ്യനെ സ്നേഹിച്ച് തന്റെ പുത്രനെ, ദൈവത്തെ തന്നെ ലോകത്തിൽ യാഗമാക്കി തീർത്ത് നമ്മെ സ്നേഹിച്ച ദൈവസ്നേഹത്തിനായ സ്തോത്രം ചെയ്യാൻ, തന്റെ സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നൽകാതിരിക്കുമോ? നിശ്ചയമായിട്ടും രാത്രി നമുക്ക് പറയാം, ഞങ്ങളുടെ കർത്താവ് തന്റെ പിതാവാം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് വന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞത് സമയമായി. ഞാൻ ഇതുവരെ നിങ്ങളോട് സ്പഷ്ടമായി സദൃശ്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി ഇവിടെ ഇരുന്നിരുന്ന സമയം ഇല്ല. ഈ സമയം അതിൻ്റെതായ അവസാനത്തേക്ക് എത്തുക. അത്താഴം കഴിഞ്ഞ് പെസഹ കഴിഞ്ഞിട്ട് യേശു 11 പേരുമായിട്ട് പറയുക, അതെ, എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു, ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു. പിതാവിനെ സ്നേഹിച്ചത് മനുഷ്യവംശത്തെ സ്നേഹിച്ചുകൊണ്ട് ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന കാര്യം ലോകമറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്
ഓ പുത്രനാണ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുമായി കാൽവറിയിലെ മരണത്തിലേക്ക് യാത്ര തിരിക്കുവാൻ വേണ്ടി ഒലിമലയിലേക്ക് പുറപ്പെടുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. രാത്രി കണ്ണുകളടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പറയാം. അതെ, ലോകമറിയട്ടെ യേശുവിന്റെ സ്നേഹം, പിതാവാൻ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സ്നേഹം, ദൈവമക്കളുടെ സ്നേഹം ലോകമറിയട്ടെ. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നതും ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും പ്രാറ്റി കൊടുക്കുന്നതും സുവിശേഷകർ പല സ്ഥലങ്ങളിൽ കഷ്ടം സഹിച്ച് ഈ യേശുവിന്റെ വേല ചെയ്യുന്നതും ലോകമേ നീ അറിയുന്നില്ല. എന്നാൽ പിതാവാം ദൈവത്തിനാദിയിലുള്ള സ്നേഹം അത് തന്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തി കാലവരി യാഗമായി തീർന്ന് അത് വെളിപ്പെടുത്തി ലോകമറിയത്തക്കവണ്ണം വെളിപ്പെടുത്തി അനേക മനുഷ്യർ, കോടിക്കണക്കിന് മനുഷ്യർ തിരിച്ചറിഞ്ഞു. ആ ദൗത്യം ആ ദൈവത്തിന്റെ സ്നേഹം കൊണ്ടാണ്. മഴയെന്നോ വെയിലെന്നോ തണുപ്പെന്നോ മഞ്ഞെന്നോ അപകടമുള്ള സ്ഥലമെന്നോ എന്നും നോക്കാതെ യേശുവിന്റെ സുവിശേഷവാഹകരായി ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ ദൈവത്തിന്റെ ദാസന്മാർ ആ ക്രിസ്തുവിൻ ദൈവത്തിന്റെ സ്നേഹവുമായി കടന്നു പോകുന്നത് ഇത് ലോകമറിയുവാൻ വേണ്ടിയാ. സാധാരണ നിനക്കത് തകർത്ത് കളയാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ സ്നേഹം നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് അനേകരെ കൊണ്ടുവരുവാൻ വേണ്ടി ദിവസങ്ങളിൽ കഥ പറഞ്ഞു, എഴുന്നേൽപ്പീൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുമായി ആ കാൽവറി യാഗത്തിന് വേണ്ടി പോകുവാൻ കർത്താവ് സഹായിച്ചപ്പോൾ ലോകമറിയട്ടെ എന്ന് പറഞ്ഞത് പിതാവാം ദൈവത്തിന്റെ സ്നേഹമാണ്. അത് പുത്രന്റെ സ്നേഹം വെളിപ്പെടുത്തുന്നു. ബശന്മാവത് ഈ ദിവസങ്ങളിൽ ശുശ്രൂഷ സഭയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ലോകമറിയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വചനങ്ങളാൽ ദൈവം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം വെച്ചാൽ നാളെ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാം. അതുവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.